ബാക്ക് ടു കടലും കറിയും പിന്നെ ഞാനും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മട്ടൺ സൂപ്പാണ്. നല്ല ആട്ടിൻ്റെ കാല് ഉപയോഗിച്ച് ഉണ്ടാക്കിയ സൂപ്പ്. ആദ്യം ഈ കാല് നമ്മൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ എന്താ പറയുക കനലുള്ള അടുപ്പിൽ ഈ ഒരു രീതിയിൽ കെട്ടി തൂക്കുക. അത് കൂടുതൽ എന്താ പറയുക കനൽ 2 ദിവസം കൊണ്ട് കിട്ടാത്തതുകൊണ്ട് ബ്രൗണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീയിൽ കാണിക്കുന്നു. അത് 2 ദിവസമെങ്കിലും നമ്മൾ കനലിൽ വെച്ചിരിക്കണം. കനലിൻ്റെ തീ പോരാ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പെട്ടെന്ന് വേണമെന്നുള്ളതുകൊണ്ട് ഗ്യാസിൽ കാണിക്കാം. അത് നല്ലൊരു ഇതാണ്, എന്താ പറയുക കളറ്, സൂപ്പിൻ്റെ കളറിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടും. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ചെറുതായിട്ടൊരു പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, കുരുമുളക്, സോംഫ്, അതായത് പെരുംജീരകം എന്നിവ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതായത് എണ്ണയൊന്നും ഒഴിക്കണ്ട, ഡ്രൈ ആയിട്ട് ഒന്ന് ഒരു ചീനച്ചട്ടിയിലോ മറ്റോ ഇട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം അത് നല്ല രീതിയിലൊന്ന് പൗഡറാക്കണം. ചെറിയ അളവിൽ പട്ട, ഒറ്റൊരു ഏലക്ക മതി, ഗ്രാമ്പു ഒരു 3 എണ്ണം, അതൊക്കെ ഒരുമിച്ച് നമ്മൾ ചൂടാക്കിയതാണ്. ചൂടാക്കിയിട്ട് ഒന്ന് പൗഡറാക്കി എടുക്കുക. നല്ല രീതിയിൽ പൗഡറായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി പേസ്റ്റ്, ചെറിയുള്ളി ഇത് നമ്മളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിതിനകത്ത് വെളുത്തുള്ളി മാത്രം നമ്മൾ ചേർത്തിട്ടൊന്ന് പേസ്റ്റ് അടിച്ച് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആവും, അത്രയേ ഉള്ളൂ. ആടിൻ്റെ എല്ല് നമ്മളൊന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ചൊന്ന് കുക്കറിലിട്ടൊരു 4 വിസിലങ്ങ് അടിക്കുക. എന്നിട്ട് ആ പരുവങ്ങ് നോക്കുക. നല്ല രീതിയിലായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ആവാണ്ട്. എന്തായാലും നമുക്ക് അതിലേക്ക് നമ്മൾ ഈ അടിച്ച ഒരു എന്താ പറയുക നമ്മൾ മിക്സിയിൽ അരച്ചുണ്ടാക്കിയ നമ്മുടെ മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. ഇത് ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോത്ത് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, നമ്മുടെ എന്ത് പറയുന്നത് നല്ല മണം കയറും, പെട്ടെന്ന് തന്നെ അതിൻ്റെ മണം കയറി പിടിക്കും. മല്ലിയില, നല്ലൊരു സ്ട്രോങ് ഫ്ലേവറാണ് നമുക്ക്. ഇപ്പം ആ ഒരു എന്താ പറയുക മട്ടൻ്റെ ആ സ്റ്റോക്കും ആ ഒരു നമ്മുടെ മസാലയുടെ ഒരു ഫ്ലേവറും എല്ലാം അതിനകത്ത് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണം കിട്ടുന്നുണ്ട്. ലേശം വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. കൂടുതൽ ഉപ്പ് സൂപ്പായതുകൊണ്ടാണ് വേണ്ടതെന്ന് പറയുന്നത്. കാരണം കൂടുതൽ ഉപ്പായാലും ഉപ്പിൻ്റെ ഇത് ജസ്റ്റ് വാട്ടർ മാത്രമാണ്, ഇതിനകത്ത് വേറെ കൂടുതലൊരു ഇതൊന്നുമില്ല. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക, അല്ലെങ്കിൽ അത് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ചേർക്കുക. ഇത് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി അങ്ങിടുക. 1 സ്പൂൺ മതി, 1-1.5 സ്പൂൺ ധാരാളമാണ്. മല്ലിപ്പൊടി ഇട്ട് അങ്ങോട്ട് ഫ്ലേവറാക്കുക. മല്ലിയുടെ ഒരു കുറവുണ്ട്, നമ്മുടെ മല്ലിയില ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മല്ലിപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു വിസിൽ കൂടി വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഷാലറ്റ്സ് ഒന്ന് സോട്ട് ചെയ്തിടാനുണ്ട്, അതായത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിടാനുണ്ട്. ഷാലറ്റ്സ് ചെറിയുള്ളി. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ എടുത്താലും നല്ല രീതിയിൽ ഫ്ലേവർ കിട്ടും. ഫ്ലേവർ, അരോമ എല്ലാം കിട്ടുന്നതിന് ബെസ്റ്റാണ് കോക്കനട്ട് ഓയിൽ. സോ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക. എന്നിട്ട് ഷാലറ്റ്സ് അതിനകത്തോട്ട് ഫ്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബ്രൗൺ, മറ്റേ ബിരിയാണിയുടെ ആ ഗോൾഡൻ ബ്രൗൺ അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടണം, പിന്നെ ജസ്റ്റ് റെഡിഷ് കളർ പോലെ വരണം. ബാക്കിയുള്ള കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതും അതിലേക്ക് തട്ടി എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോത്ത് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതു, ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ലൈറ്റ് റെഡിഷ് കളർ വരുന്ന സമയത്ത് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. എടുത്ത് മാറ്റി നേരെ നമ്മൾ സൂപ്പിലേക്ക് ചേർക്കുകയാണ്. കുറച്ചുള്ള ഗാർണിഷിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഒരു വിസിൽ കൂടി നമുക്ക് വെക്കാം. വെച്ചതിന് ശേഷം നമ്മളത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് പ്രസൻറ്റേഷൻ ഫോട്ടോയാണ്. ഇതിനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ സൂപ്പ് എടുത്ത് കുറച്ച്, അതായത് വാട്ടർ കൺസിസ്റ്റൻസി അല്ല അതിനകത്ത്, കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ആ റെഡിഷ് ഒനിയനും കുറച്ച് നമ്മുടെ തന്നെ ധനിയ, മല്ലിയില എല്ലാം വെച്ച് ഗാർണിഷ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട